ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹാർപ്പിക്ക് ടോയ്ലറ്റ് ക്ലീനറാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് വാങ്ങിച്ചത് ചെങ്ങന്നൂർ കെമിക്കൽ ഷോപ്പിൽ നിന്നാണ്. അത് ഇതിനകത്ത് 4.5 ലിറ്റർ വെള്ളം നമ്മൾ ആദ്യം എടുക്കണം. ഞാനിപ്പം വെള്ളം ഒഴിക്കുവാണ് കൂട്ടരെ. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചതാണ്. അതിപ്പോൾ എന്താണ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. 2 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. അതിലെ വെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുന്നു. നമ്മൾ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇനി 1.5 ലിറ്റർ അതിൻ്റെ ബോട്ടിലെ വെള്ളം ഒഴിക്കുന്നു. 1.5 ലിറ്റർ. ഇനി 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കും. മൊത്തം 4.5 ലിറ്റർ അല്ലേ? ഇപ്പോൾ 4 ലിറ്ററായി. ഇനിയിപ്പോൾ 1 ലിറ്ററും കൂടെ 4.5 ലിറ്ററായി. ഇപ്പോൾ 3.5 ലിറ്റർ ആയി. ഇനി 1 ലിറ്റർ കൂടെ ഒഴിക്കാം. വെള്ളം കൂടെ 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ 4.5 ആവും. 3.5 1 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചു. ഇനി എന്നിട്ട് ഇതാണ് കിറ്റ് കാണിച്ചു. കിറ്റ് ഹാർപ്പിക്ക് ഉണ്ടാക്കുന്ന കിറ്റാ ടോയ്ലറ്റ് ക്ലീനർ. ഹായ് കൂട്ടുകാരെ, കണ്ടോണേ. ഓരോ ഇത് സ്ലറി എന്ന് പറയും. ഇതിന് സ്ലറി. ഓക്കെ, സ്ലറി നമ്മൾ ഒഴിച്ചു. സ്ലറി ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ആക്കി. എന്നിട്ട് ഇനി ഒരു പൊടിയുണ്ട്, ആ പൊടി ഇട്ട് ഇളക്കുന്നു. വെള്ളപ്പൊടി അത് എല്ലാം ഗ്ലൗസ് ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ആദ്യം ഗ്ലൗസ് ഇടാൻ മറന്നുപോയായിരുന്നു. ഗ്ലൗസ് വേണം കേട്ടോ. എല്ലാ കൂട്ടുകാരെ ഗ്ലൗസ് ഇട്ടേ ഇതെല്ലാം ചെയ്യാവൂ. തടി സ്റ്റിക്ക് വല്ലതും വെച്ച് ഇതുപോലൊരു തടി കഷ്ണം വെച്ചേ ഇളക്കാവൂ. ഈ മെറ്റലിൻ്റെ ഒന്നും ഇട്ട് ഇളക്കരുത്. മെറ്റല് നമ്മൾ ഇത് സ്ലറിയൊക്കെ ഡയറക്റ്റ് എടുത്താൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. എന്നിട്ട് കളർ ഒഴിക്കുന്നു. കളറല്ല, ലിക്വിഡ് അവർ തന്നതാണ്. അതിൻ്റെ പേര് ഇതുവാ പെർഫ്യൂം. ഒഴിച്ചു. ഇനി കളർ ഒഴിച്ച് ഒഴിച്ചായിരുന്നു. കളർ ഇനി ഞാൻ കളറാണ് ഒഴിക്കുന്നത് കേട്ടോ. കളർ നേരത്തെ ഒഴിച്ചത് കളറല്ല, അത് അതിൻ്റെ ആ ഒരു തിക്നറോ മറ്റോ ആണ്. തിക്നെസ് കിട്ടാൻ വേണ്ടിയുള്ള തിക്നർ ഒക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മളാ ഇതിലേക്ക് നമ്മൾ ആ നീല കളർ, ഹാർപ്പിക്കിന് നീല കളറാണല്ലോ, ആ ഒരു കളർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് കളർ. മമ്മിക്ക് തെറ്റിപ്പോയതാണ്. നേരത്തെ ഇട്ടത് കളറല്ല, പെർഫ്യൂമും പിന്നെ വേറെ ഫ്രാഗ്രൻസും പിന്നെ ലിക്വിഡ് ഒരു കട്ടിയാകാൻ വേണ്ടുന്ന ഒരു ഐറ്റവും കൂടെ ഇട്ടത്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളു കാര്യം. നമ്മൾ കടയിൽ നിന്നും ഒരു ഹാർപ്പിക്കൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ബോട്ടിലിൻ്റെ പുറത്ത് എത്ര രൂപയാണ് നമുക്ക് ചിലവാകുന്നത് അല്ലേ?
നമുക്കിത് എത്ര ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്നറിയാം. 250 രൂപയ്ക്ക് നമുക്ക് 4.5 ലിറ്ററോളം നമുക്ക് ഈ ഹാർപ്പിക്ക് നമുക്ക് തയ്യാറാക്കണേ. കെമിക്കൽ കടയിൽ പോയി വാങ്ങിച്ചാൽ മതി. എല്ലാവരുടെയും വീടുകളുടെ അടുത്തൊക്കെ തന്നെ കെമിക്കൽ ഷോപ്പുകൾ കാണും. അവിടെ ചെന്നാൽ ഇതുപോലെ നമുക്ക് ഓരോ കിറ്റായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ മിക്സ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. വേറെ പണികളൊന്നുമില്ല. നമ്മുടെ ഹാർപ്പിക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പതയൊക്കെ ഒന്ന് അടങ്ങണം. പതയൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ പത അടങ്ങാൻ വേണ്ടി വെച്ചിരിക്കണം. ഒരു നാളെ ആകുമ്പോഴത്തേന് പത അടങ്ങുമായിരിക്കും അല്ലേ? ഫുള്ള് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് അടങ്ങും പത. അത് അടങ്ങുമ്പോൾ നമുക്ക് കന്നാസിലൊക്കെ ഒഴിച്ച് വെക്കാം. ഇപ്പോൾ 5 ലിറ്റർ ഉണ്ട് എല്ലാം കൂടെ, സ്ലറി എല്ലാം കൂടെ. സ്ലറി നമ്മൾ ചേർത്തത് എല്ലാം കൂടെ ചേർത്ത് 5 ലിറ്റർ. 5 ലിറ്റർ കാണും. 5 ലിറ്റർ കുപ്പി വെള്ളമുണ്ട്. ഹലോ, ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചതാണ് ഹാർപ്പിക്കിന് സമാനമായ ഒരു ലിക്വിഡാണിത്. ഇന്നലെ ഇത് കലക്കി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിന് ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടങ്ങി നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇത് ഹാർപ്പിക്ക് ലിക്വിഡിൻ്റെ അതേ സെയിം കളറാണ്. ഇത് ഹാർപ്പിക്ക് ലിക്വിഡ് പോലെ തന്നെ സമാനമായ ലിക്വിഡാണ്, നല്ലതാണ്. അപ്പോൾ ഇത് 220 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള ഒരു കെമിക്കൽ ഷോപ്പിൽ നിന്നുമാണ് അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചത്. ഇത് നല്ലതാണെന്ന് പറയുന്നു. ഞാനും കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞാനിവിടെ വെച്ച് യൂസ് ചെയ്ത് നോക്കി, നല്ലതാണ്. ടോയ്ലറ്റിലെ അഴുക്കൊക്കെ പോകാനായിട്ട് വളരെ ബെറ്ററാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കാം. വീടിൻ്റെ അടുത്ത് കെമിക്കൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇതുപോലെ വാങ്ങിച്ച് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ വാങ്ങിച്ച് തയ്യാറാക്കി നോക്കുക. എൻ്റെ അമ്മയ്ക്കിപ്പം 71 വയസ്സുണ്ട്. അമ്മ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നിങ്ങളിതുപോലെ വാങ്ങിച്ച് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.